ഹലോ ഗായ്സ്, ക്രേസി നാവി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ഗപ്പി ഫാമിലിക്കാണ്. അപ്പോൾ ഇവിടെ ഗപ്പി ഉണ്ട്, ഫൈറ്ററും ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഏതാണ് ഗപ്പി? ഇത് എലിഫന്റ് ഇയർ. ഇത് നല്ല ഡിമാൻഡുള്ള മീനാണോ? കടയിലൊക്കെ നല്ല ഡിമാൻഡുള്ള മീനാണ് ഇത്. ഇപ്പോൾ നമുക്കിത് എന്താ നല്ല മീനായിട്ട് നല്ല ബ്രീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പക്ക ബ്രീഡിംഗ് പെയറാണ്. ഇനി നമുക്ക് അടുത്ത ഫിഷിനെ പരിചയപ്പെടാൻ പോകാം. ഇത് നമ്മുടെ യെല്ലോ ടച്ചഡോയാണ്. യെല്ലോ ടച്ചഡോ നല്ല ഫിഷാണ്. ഇത് ബ്രീഡിങ്ങിന് വേണ്ടി അവരിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫീമെയിലിനാണ്. ഇപ്പോൾ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന മെയിലിനെയാണ്. ഇപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ കുറച്ച് വ്യത്യാസമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഫിഷുകളാണ് രണ്ടും. യെല്ലോ ടച്ചഡോ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഷെഡ് ഓൺ ബ്ലൂവിൻ്റെ ടാങ്കാണിത്. ഇതാണ് ഷെഡ് ഓൺ ബ്ലൂവിൻ്റെ ടാങ്ക്. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഷെഡ് ഓൺ ബ്ലൂ. ഇത് നമ്മുടെ ഫുൾ ബ്ലാക്ക് ഗപ്പിയാണ്. ഫുൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള കളറാണ്. നല്ല ചന്തണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിഷാണിത്. ഇതാണ് അതിൻ്റെ ടാങ്ക്. അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് എലിഫന്റ് ഇയറാണ്. എലിഫന്റ് ഇയറിനെ നമ്മൾ ആദ്യം കാണിച്ചു. ഇത് നമ്മൾ വെറുതെ അതിനൊന്ന് കോരി നോക്കിയതാണ്. അതിൽ ഫുള്ള് എലിഫന്റ് ഇയറാണ്. ഇത് നമ്മുടെ ഫുൾ വൈറ്റ് ഗപ്പി. നല്ല അടിപൊളി മിൽക്കി വൈറ്റ് ടൈപ്പ് ഗപ്പിയാണിത്. ഇതാണ് അതിൻ്റെ ടാങ്ക്. ഇതിൽ മൊത്തം നമ്മുടെ ഹാഫ് ബ്ലാക്ക് ഇതിൽ നന്നായിട്ട് പെരുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇത് ഫുള്ള് ആൾഗെ വാട്ടറായിട്ട് കിടക്കുകയാണ്. ഇത് മിക്കി മൗസ് പ്ലാറ്റി. ഇതിൽ 19 ഉണ്ടാവും. അവരത് ബ്രീഡിങ് സൈസ് ആയിട്ടില്ല, കുട്ടികളാണ്. ഇത് നമ്മുടെ ഷോർട്ട് ടൈലാണ്. ഈ പ്ലാറ്റിയും ഷോർട്ട് ടൈലൊക്കെ ഒരേ വർഗത്തിൽപ്പെട്ട ഫിഷുകളാണ്. ഇത് നമ്മുടെ മറ്റേ ബ്ലൂയിഷ് ബ്ലാക്ക് ഗപ്പിയാണിത്. ബ്ലൂയിഷ് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണിതിൽ. ബ്ലൂയിഷ് ബ്ലാക്കിൻ്റെ വലുതും ഉണ്ട് നമുക്കിതിൽ. ഇപ്പോൾ ബ്ലൂയിഷ് ബ്ലാക്കിൻ്റെ വലുത് നമുക്കിപ്പോൾ പിടിച്ചു. ഇതാണ് നമ്മുടെ ബ്ലൂയിഷ് ബ്ലാക്കിൻ്റെ വലിയ സാധനം. ഇത് ഡംബോ ഇയറായിട്ട് ക്രോസ് ചെയ്തതാണ്. ഡംബോ ഇയറും യെല്ലോ ടച്ചഡും കൂട്ടിയിട്ട് ക്രോസ് ചെയ്തതാണ്. നല്ലൊരു ക്രോസിങ്ങിൻ്റെ പ്രോസസ്സ് അതിൽ കാണാനുണ്ട്. നല്ല ക്വാളിറ്റി ഫിഷാണ്. പിന്നെ അതിൽ കുറച്ച് ഫൈറ്ററിൻ്റെ മെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഫൈറ്ററിൻ്റെ നമ്മുടെ ബിസിനസ്സും ഉണ്ട്. ഇത് യെല്ലോ ടച്ചഡോയാണ്. യെല്ലോ ടച്ചഡോൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും കൂടി നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണിത്. ഇത് നമ്മുടെ അസോള വളർത്തലാണ്. ഇതും അസോള വളർത്തലാണ്. പക്ഷേ ഇതിലൊരു മൊയ്ന കൾച്ചറും കൂടി അതിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇൻഫോസോറിയ കൾച്ചർ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വേഗം വലുതാക്കി എടുക്കാനാണ്. വലിയൊരു എലിഫന്റ് ഇയറിന്റെ ടാങ്കാണ്. ഇതിൽ കുറെ കുഞ്ഞുങ്ങളാണ്. ഈ രണ്ട് ടാങ്കിലും കാണില്ല. അത് മൊത്തം ആൾഗെ വാട്ടറായി കിടക്കുകയാണ്. ഇനി നമുക്ക് ഫൈറ്ററുകളെ പരിചയപ്പെടാനായിട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫൈറ്റർ. അപ്പോൾ ഈ ഫൈറ്ററിൽ നമുക്ക് വെറൈറ്റി ഫിഷസ് ഉണ്ട്. നമുക്ക് ഇത് മെയിലും ഫീമെയിലൊക്കെ ആയിട്ട് തരം തിരിച്ചിട്ടിരിക്കുകയാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പക്ക ബ്രീഡിങ് സൈസ് ആയിട്ടുള്ള ഫിഷുകളാണ്. ഞാൻ ഒരു മെയിലിനെ എടുത്ത് കാണിച്ചുതരാം. ഇത് ഫീമെയിൽ ഫൈറ്ററാണ്. നല്ല ചന്തണ്ട് അല്ലേ കാണാൻ. അതിങ്ങനെ നല്ല ചന്താണ്. ഇത് മെയിലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുള്ള് ആൾഗെ വാട്ടറായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് അതിനെ അവിടെ വെക്കാം. അപ്പോൾ ഇതിൽ മൊത്തം അങ്ങനെ ബ്രീഡിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അറിയണ പോലെ നമ്മൾ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. ഇത് ഫൈറ്ററിൻ്റെ കുറച്ച് കളക്ഷനാണ്. ഇത് മൊത്തം മെയിലുകളാണ്. മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. ഇത് ഫീമെയിലാണ്. ഇതിനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ പേര് പറയാത്തത്. ഇത് ഇവരുടെ ഒരു ഹ്യൂജ് കളക്ഷനാണ്. നമ്മുടെ തിലോപ്പിയയും നട്ടറും കളക്ഷൻ. അപ്പോൾ കണ്ടോ, ഇത് വലിയൊരു ടാങ്കാണ്. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീറ്റ എടുക്കാനായിട്ട് നമ്മളങ്ങനെ വന്നിട്ടില്ല. നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ തീറ്റ. ഈ ടാങ്ക് അവരെന്നെ കുഴിച്ചുണ്ടാക്കിയതാണ്. പടുത കുളം ഇവരെന്നെ നിർമ്മിച്ചതാണ്. ഇതാ
നല്ല ഫിഷുകളാണ്. നല്ല ചന്തമുണ്ട് കാണാനായിട്ട്. അങ്ങനെ കാണാനില്ല, കുറച്ച് ഏകദേശം സൈസ് വെച്ചിരുന്നു മീനുകൾ. പിന്നെ നമുക്ക് ടാങ്കിൻ്റെ സൈസ് വലിപ്പം കാണാം, പിന്നെ ഫിൽട്രേഷൻ സിസ്റ്റവും കാണാം. ഇതാണ് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം. അതിപ്പോൾ ഓണാക്കിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് നല്ല വെച്ചുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിച്ചതിന് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാമെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.